പ്രാവശ്യത്തെ നമ്മുടെ ചങ്ങനാശ്ശേരി യാത്രയിലെ കുറച്ച് ഫ്രണ്ട്സിനെ കാണുക എന്നുള്ള ഉദ്ദേശമായിരുന്നേ. അങ്ങനെ ദാ ഒരു കല്യാണം കൂടി ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയില്. ദാ അങ്ങനെ എറണാകുളത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ പാർലറിൽ ഒന്ന് കയറി. അവിടെ ചെന്നപ്പോ ദാ എന്റെ മുഖമൊക്കെ ഒന്ന് മിനുക്കി തരാം, കല്യാണം അല്ലേ എന്ന് പറഞ്ഞപ്പോ ഹെയർ ഒന്ന് ചെയ്യ നോക്കുമ്പോഴാണ് ദാ നിറച്ചും ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഇവിടെ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സലൂണിൽ സ്കിൻ ആൻഡ് ഹെയർ മേക്കപ്പിന്റെ എല്ലാ സർവീസുകളും ഉണ്ട്. ഫേഷ്യൽ ആയാലും ക്ലീനപ്പ് ആയാലും ഹെയർ സർവീസ് ആയാലും എല്ലാം നമ്മളിവിടെ ചെയ്യുന്നത്. സ്പെഷ്യലി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഞാൻ. നമുക്ക് സിമ്പിൾ മേക്കപ്പ് ആയാലും പാർട്ടി മേക്കപ്പ് ആയാലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ എടുക്കുന്ന ആളും കൂടെയാണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് കൂടാതെ ഈ ലൊക്കേഷൻ എറണാകുളമാണ്. ലൊക്കേഷൻ കൂടെ ഇത് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ റിന്യൂ ഫാമിലി ബ്യൂട്ടി സലൂൺ, ഗ്രീൻ ലീഫ് സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ്. ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ സർവീസ് ഒക്കെ? തീർച്ചയായിട്ടും സൂപ്പർ. സത്യം പറഞ്ഞാൽ ഞാൻ ത്രെഡ് ചെയ്യാൻ മാത്രമേ പാർലറിൽ പോയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാഡം വെറും പാർലർ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒന്നാന്തരം ഒരു ടീച്ചറും കൂടെയാണ് അല്ലേ? അതെ, വർഷങ്ങളായിട്ട് ഡോറ ബ്യൂട്ടി അക്കാദമിയിലെ സ്കിൻ ഫാക്കൽറ്റിയാണ്. ഔട്ട്സൈഡ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഒരു അങ്ങനത്തെ ഒരു സിമ്പിൾ മേക്കപ്പുമായിട്ട് നല്ല ഭംഗിക്ക് ചെയ്തു തന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഹെവി മേക്കപ്പിനോടൊന്നും നമുക്ക് താല്പര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഈ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഭയങ്കര നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നു കേട്ടോ. ഭയങ്കര എന്താ പറയാ, പുള്ളിക്കാരത്തെ അത്രയും നല്ല ഒരു ആളും കൂടെയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഈ സർവീസൊക്കെ ഇഷ്ടം വേണമെങ്കിലൊക്കെ പുള്ളിക്കാരത്തിയുടെ നമ്പർ ഞാൻ തരാവേ, വിളിച്ചു നോക്കുക. അതുപോലെ തന്നെ പാർലറിലൊക്കെ ഒന്ന് പോയി നോക്കുക. എൻ്റെ മാത്രമല്ല കേട്ടോ, ജോൺസേട്ടൻ്റെ ഫേസും ക്ലീനപ്പ് ചെയ്തു. അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്കമാലിയിലായിരുന്നു കല്യാണം. കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും ഞാനും ജോൺസേട്ടനും അതുപോലെ തന്നെ ചേച്ചിയുടെ നാത്തൂനും ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ രജനി മാഡത്തിൻ്റെ വീട്ടിലൊന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ദാ ഞങ്ങളെ എല്ലാവരെയും ഒന്ന് ടച്ച് ചെയ്തൊക്കെ വിട്ടു കേട്ടോ. തലമുടി അവരെയൊക്കെ ഒന്ന് സാരി ഉടുപ്പിച്ചു. അതുപോലെ തന്നെ ഫേസൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നു.